എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കറുമുറയെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അച്ചപ്പായാലോ. കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു അച്ചപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞെടുത്തതാണിത്. ഒട്ടും വെള്ളം വേണ്ട. നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത അരി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കുക. അത് മിക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കുക. ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ വേറെയും 2ാം പാൽ വേറെയും അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു പാൽ എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കുറവായിട്ട് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് മാവുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയിലാവാനും പാടില്ല. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ. ആ ഒരു രീതിയിൽ കലക്കിയെടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കറുത്ത എള്ളും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അച്ചപ്പത്തിൻ്റെ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഈ ഒരു രീതിയിൽ നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ അച്ചപ്പം റെഡിയാക്കാനുള്ള അച്ചും ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച ഉടനെ തന്നെ അച്ചും ഇതുപോലെ ഇട്ട് വെക്കുക. അന്നേരം ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് ആ ഒരു അച്ചും ചൂടായി കിട്ടും. അച്ച് നന്നായിട്ട് തന്നെ ചൂടാവണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കിയ ബാറ്ററിലേക്ക് ഇതുപോലെ 1/4 ഭാഗത്തോളം മുക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു 6 സെക്കൻഡോളം വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് അച്ചിൽ നിന്നും അച്ചപ്പം ഇതുപോലെ ഇളകി വരാൻ തുടങ്ങും. നന്നായിട്ട് ഇളകി വരും. പക്ഷേ എങ്കിൽ ഈ ഒരു അച്ചിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഫുള്ളായിട്ട് ഇളക്കി കിട്ടൂല. അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു അച്ച് എണ്ണയിൽ മുക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം വീണ്ടും ഇതുപോലെ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇളക്കിയെടുത്ത അച്ചപ്പം ഇതുപോലെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചുട്ടെടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അങ്ങനെ ആദ്യത്തേത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അച്ചപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി കൊണ്ട് 38 അച്ചപ്പാണ് കിട്ടിയത്. ഇതുപോലെ അച്ചപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം വൈകുന്നേരത്തെ ചായക്കൊപ്പമോ അല്ലാത്തപ്പോഴോ ഒക്കെ എടുത്ത് കഴിക്കാം. കറുമുറയെ കഴിക്കാൻ ഈ ഒരു അച്ചപ്പം മാത്രം മതി. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു അച്ചപ്പം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.